പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി നടത്തിയ സമരത്തിൽ പ്രതിഷേധവുമായി ബിജെപി കെപിസിസി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി പ്രധാനമന്ത്രിയെ കാണണമെന്ന ആവശ്യം ഉയർത്തി. അതിനുശേഷം ആ സമരം പിരിച്ചുവിടാൻ ദില്ലി പോലീസ് രൂക്ഷമായ ലാത്തി ചാർജാണ് നടത്തിയത്. ഇന്ന് പാർലമെന്റിന്റെ അകത്തും പുറത്തുമെല്ലാം ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് സമരം നടക്കുന്നുണ്ട്. KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം നടത്തുന്നു. അതിനിടയിലാണ് BJP KPCC ഓഫീസിലേക്ക് വലിയ സമരം നടത്തുന്നത്. റാഹിസ് റഷീദ് വിവരങ്ങളുമായി ചേരുകയാണ്. റാഹിസ്, തിരുവനന്തപുരത്ത് ഒരു കൗണ്ടർ പ്രൊട്ടസ്റ്റ് നടത്തുകയാണ് BJP. അസാധാരണമായ ഒരു സമരം എന്ന് പറയാം. എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് ആ തരത്തിൽ സാധാരണഗതിയിൽ സമരങ്ങൾ നടത്താറില്ല. KPCC ഓഫീസിന്റെ ഏതാണ്ട് 100 മീറ്റർ അടുത്ത് BJPയുടെ കുമ്മനം രാജശേഖരനും രാജീവ് ചന്ദ്രശേഖരനും V മുരളീധരനും PK കൃഷ്ണദാസും ഒക്കെ നയിക്കുന്ന മാർച്ച് ഏതാണ്ട് 100 മീറ്റർ അടുത്തെത്തി. സാധാരണഗതിയിൽ ഒരു സ്ഥലത്തേക്ക് പ്രകടനം നടത്തുകയാണെങ്കിൽ അതിന് കുറെ മുമ്പ് ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്നതാണ് ഒരു രീതി. പക്ഷേ ഇവിടെ KPCC ഓഫീസിന്റെ ഒരു 50 മീറ്റർ അടുത്ത് മാത്രമാണ് ബാരിക്കേഡ് പോലീസ് വെച്ചിരിക്കുന്നത്. അവിടെ തള്ളിക്കയറി ഒരു ബന്ദോബസ്ത് പോലീസ് ഒരുക്കിയിട്ടുണ്ട്. 100 കണക്കിന് പ്രവർത്തകരാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. 1-2 മിനിറ്റിനകം പോലീസ് ബാരിക്കേഡ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് BJP നേതാക്കളും പ്രവർത്തകരും എത്തും. ഡൽഹിയിൽ ഏത് തരത്തിലാണോ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത്, അതിന് ഒരു മറുപടി എന്ന തരത്തിലാണ് കേരളത്തിൽ BJP ഈ തരത്തിൽ പ്രകടനം നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ കാണാം, V മുരളീധരനെ കാണാം. നമുക്കിപ്പം ചേരുകയാണ് TV പ്രസാദ്. ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിനെ എതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJPയുടെ മാർച്ച് KPCC ആസ്ഥാനത്തേക്ക് നടക്കുന്നത്. അവിടെ ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്. ശക്തമായ പ്രതിഷേധമാണ് BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അല്പസമയം മുമ്പ് മാനവീയം പരിസരത്ത് നിന്ന് തുടങ്ങിയ മാർച്ചാണ് KPCC ഓഫീസിന് പുറത്ത് പോലീസ് തടഞ്ഞിരിക്കുന്നത്. ജലപീരങ്കി ഉൾപ്പെടെയുള്ള വലിയ സംവിധാനങ്ങളാണ് പോലീസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പോലീസ് ബന്ധവത്തുണ്ട് നന്നായി. അതുപോലെ ബാരിക്കേഡുമുണ്ട്. ബാരിക്കേഡിന് മുകളിൽ ചാടിക്കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നത്. ഡൽഹിയിൽ നടന്ന സംഘർഷത്തിന്റെ ഭാഗമായാണ് അതിശക്തമായ പ്രതിഷേധം കേരളത്തിലെ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് BJP പ്രവർത്തകർ നടത്തുന്നത്. ബാരിക്കേഡിന് മുകളിൽ കയറുന്ന പ്രവർത്തകർ കൊടി വീശി മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്ക് കാണാം. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് BJP ഉന്നയിക്കുന്നത്. രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്നത്. അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തന്നെ നേതൃത്വത്തിൽ ഇവിടേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. അതിശക്തമായ പ്രതിഷേധം KPCC ഓഫീസിന് മുന്നിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെയുണ്ട്. BJPയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. നേതാക്കളെ ഈ സമരത്തിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. റഹീസ് റഷീദ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. റഹീസ്, BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്, ഒപ്പം പ്രവർത്തകരുടെയും വലിയൊരു സാന്നിധ്യം നമുക്ക് ഈ മാർച്ചിൽ കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഏതൊരു നിമിഷവും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ടല്ലേ? സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലാണ് BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ കാണുന്നത്. പോലീസ് ഏതാണ്ട് 50 മീറ്റർ KPCC ഓഫീസിന്റെ മുമ്പിലാണ് ബാരിക്കേഡ് വെച്ച് പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിച്ചത്. വന്നപാടെ സാധാരണഗതിയിൽ ബാരിക്കേഡ് ഒരു സമരത്തിൽ തകർക്കുക, വന്നപാടെ ഓടി വന്ന് തകർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുക. ഇവിടെ അങ്ങനെ കണ്ടില്ല. നേതാക്കൾ പ്രവർത്തകരെ പറഞ്ഞ് അവിടെ നിർത്തി. അതിനുശേഷമാണ് പ്രവർത്തകർ ബാരിക്കേഡ് തള്ളി മാറ്റി മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തിയത്. കുറച്ച് BJP യുവമോർച്ച പ്രവർത്തകർ ബാരിക്കേഡിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. നേതാക്കൾ ഇടപെട്ട് BJPയുടെ സംസ്ഥാന സെക്രട്ടറി S സുരേഷ് ഇടപെട്ട് നേതാക്കൾ സംസാരിക്കാനുള്ള അവസരം ഒരുക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം BB ഗോപകുമാർ, ചാത്തന്നൂർ MLA
ഉണ്ട്. ഒപ്പം വി മുരളീധരനുണ്ട്, വി രാജേഷ്, പി കെ കൃഷ്ണദാസ്, അനൂപ് ആന്റണി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട്. ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് സമയം ഇനി സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എസ് സുരേഷ് മൈക്ക് എടുത്തിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗം തുടങ്ങാൻ പോവുകയാണ്. ബാരിക്കേഡിന് മുകളിലുള്ള പ്രവർത്തകർ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. എന്തായാലും കുറച്ച് സമയത്തേക്ക് സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇനി തള്ളി മാറ്റാനുള്ള ഒരു ശ്രമം സാധാരണഗതിയിൽ നടക്കുകയാണെങ്കിൽ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം നേതാക്കൾ പിരിഞ്ഞു പോയതിന് കഴിഞ്ഞിട്ടായിരിക്കും. അതാണ് ഒരു രീതി. ഇത് അങ്ങനെയാണെന്ന് തോന്നുന്നു. മേളിലുള്ള പ്രവർത്തകർ ഒരുപക്ഷെ ഇപ്പോൾ താഴേക്കിറങ്ങും. പ്രസംഗങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. യെസ്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അവിടെ പ്രതിഷേധത്തിന് എത്തിയിട്ടുണ്ട്. പോലീസിന് വലിയ സന്നാഹമുണ്ട്. ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.